നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ആഭിചാരദോഷം വരുന്നവർ എന്തുകൊണ്ട് മുരുകനെ ആരാധിക്കുന്നു. അതിനുള്ളൊരു കാരണമാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ ഭഗവാന് ചെയ്യേണ്ട കുറച്ച് സ്തോത്രങ്ങളും കുറച്ച് വഴിപാടുകളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പറയാം, ആഭിചാരദോഷത്തിന് എന്തുകൊണ്ട് മുരുകനെ ആരാധിക്കുന്നു. അപ്പോൾ ഈ കാരണം അറിയുന്നതിന് മുന്നേ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് വരുന്നതാണ്, നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ കാരണം പറയാം. അതായത് മുരുകൻ്റെ കയ്യിൽ വേലുണ്ട്. അപ്പോൾ വേല് കൊടുത്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർവതി ദേവിയാണ്. അപ്പോൾ ആദിപരാശക്തിയാണ് മുരുകൻ്റെ അമ്മ. ആ ആദിപരാശക്തിയുടെ പൂർണ്ണ ചൈതന്യമുള്ള വേല് കയ്യിൽ വെച്ചതിനാൽ മറ്റു ദേവത ക്രിയകളിലൂടെ മുരുകനെ ബന്ധിക്കുവാൻ സാധ്യമല്ല. മാന്ത്രികത്തിലായാലും താന്ത്രികത്തിലായാലും മറ്റ് കർമ്മങ്ങളിലൂടെ മുരുകനെ ബന്ധിക്കുവാനോ അടക്കുവാനോ ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ആഭിചാരദോഷത്തിന് മുരുകനെ ഭജിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത്. ഇങ്ങനെ ബന്ധിക്കാൻ സാധിക്കും എന്ന് കരുതി ഒരിക്കലും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതില്ല. കാരണം ഞാൻ പലരോടും ആഭിചാരദോഷത്തിന് പരിഹാരം പറയുന്നത് നരസിംഹസ്വാമിയാണ്. പക്ഷേ നരസിംഹസ്വാമി ഉഗ്രപ്രത്യങ്കരയെ കൊണ്ടൊക്കെ ബന്ധിക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആഭിചാരദോഷത്തിന് ഏറ്റവും ഉത്തമം ആയിട്ട് ഞാനെപ്പോഴും പറയുന്നത് നരസിംഹസ്വാമിയാണ്. പക്ഷേ ഇത് കുറച്ച് ഡിഫറെൻ്റാണ്. മുരുകനെ ആരാധിക്കാനുള്ള കാരണം ഇതാണ്. അതായത് മറ്റ് ദേവതാഭാവങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് ക്രിയകളെ കൊണ്ട് ബന്ധിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ ഇനി മുരുകനെ ആരാധിക്കാനുള്ള ചില കാര്യങ്ങൾ, ആഭിചാരദോഷത്തിന് പരിഹാരമായിട്ടുള്ള കുറച്ച് സ്തോത്രങ്ങളും കുറച്ച് ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളും. നിങ്ങൾക്ക് ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്തോത്രങ്ങളിൽ ഒരെണ്ണമെടുത്ത് നിങ്ങൾ പതിവായി ചൊല്ലുക, അല്ലെങ്കിൽ ഇതിലുള്ളൊരു വഴിപാട് നിങ്ങൾ പതിവായി ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറയുന്നത് ഒന്ന് സ്കന്ദഷഷ്ഠി കവചമാണ്, പിന്നൊന്ന് സുബ്രഹ്മണ്യ കവചം, പിന്നെ ചെയ്യുന്നത് സുബ്രഹ്മണ്യ ഭുജംഗം. അപ്പോൾ ഈ മൂന്നിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ്. അപ്പോൾ ഈ സ്കന്ദഷഷ്ഠി കവചവും സുബ്രഹ്മണ്യ കവചവും ചൊല്ലാൻ കഴിയില്ലെങ്കിൽ സുബ്രഹ്മണ്യ കവച പുഷ്പാഞ്ജലി നിങ്ങൾ ചൊവ്വാഴ്ചകളിൽ ജന്മനാളുകളിൽ ചെയ്താൽ മതി. പിന്നെ ക്ഷേത്രത്തിൽ ചെയ്യേണ്ട 2 വഴിപാടുകൾ, ഒന്ന് നാരങ്ങമാല. ദൃഷ്ടിദോഷത്തിനാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഇത് ചൊവ്വാഴ്ചകളിൽ ചെയ്തു വരുന്നത് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം മാത്രമല്ല ആഭിചാരത്തിനും പ്രധാനമായിട്ട് ഉപയോഗിക്കാം. പിന്നുള്ളത് ഭസ്മാഭിഷേകം. ഇതും ചൊവ്വാഴ്ചകളിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളിതിലേതെങ്കിലും ഒന്ന് ചെയ്യുക, വഴിപാടുകളോ സ്തോത്ര ജപമോ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്തോത്രം നിങ്ങളെടുത്ത് പതിവായി ജപിക്കുക, അതിൻ്റെ ഒപ്പം ഈ വഴിപാടുകളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് 6 മാസം കുറഞ്ഞ് ഏത് ആഭിചാരദോഷവും മാറും.